നീ നോക്കിക്കോ, ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ കണ്ടിരിക്കും. യെസ്. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാണാത്ത പെണ്ണിന്റെ പുറകെ നടക്കണേന് ഭ്രാന്തെന്നും വട്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കണേന് തുടക്കം പോലും നീ മാത്രം കൊടുക്കത്ത സപ്പോർട്ടാണല്ലോ. എന്താടാ? എടാ, ആർക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റേണ്ടത് നിന്റെ മനസ്സ്. ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കണ്ണും വേണ്ട, കാണേം വേണ്ട. ഡെനി, നിനക്ക് ഇന്നവരെ ആരെയും കാണണമെന്ന് തോന്നിയിട്ടില്ലേ? നിനക്കൊരു കാര്യം അറിയില്ലല്ലോ, എന്നെപ്പോലെ പാടില്ലാത്ത പിള്ളേരില്ലേ, ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കണത് ഞങ്ങളുടെ അപ്പനമാരൊക്കെയാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നും. പിന്നെ നിങ്ങളെയൊക്കെ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ? ദൈവം നിനക്ക് പാടാനുള്ള കഴിവ് തന്നിട്ടില്ലേ? പുട്ടല്ലോ പാടിപ്പാടി നീ കുറെ കാശുണ്ടാക്കണല്ലടാ. എൻ്റെ 1000 വെള്ളിയുള്ള പാട്ടിന് 500 ഇടണ ആരാന്നൊക്കെ എനിക്കറിയാട്ടാ. നീ പൈസ ഇടണൊക്കെ എനിക്ക് മനസ്സിലാവണ്ടാ. പിന്നെ അതിൻ്റെ കഴിവിന് ഇട അംഗീകാരമുള്ളതെന്ന് ഓർത്തിട്ട് അഭിമാനത്തോടുകൂടി ഞാൻ സ്വീകരിക്കണമെന്ന് മാത്രം. ഓ, അല്ലെങ്കിൽ കുറെ കൊത്തി. നീ പോടാ ഉണക്കസ്രാവേ. എൻ്റെ ഷൂ ഇവിടെ ഇല്ലേ? കിട്ടിയ ഷൂ? ആ കിട്ടി. കർത്താവ് ജസ്റ്റാണല്ലോ. ആ, അപ്പൊ നിങ്ങൾ സംസാരിക്ക്, ഞാനിവിടെ ഇവിടെ നടന്ന് തട്ടി വീണോളാം. നീ ഇവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇട്, ഞാൻ പോരാ. എവിടെ? അവിടെ ഇരിക്കും. തന്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഈ സ്പാർക്ക് അടുത്ത മാസം എന്റെ കല്യാണോട്. തനിക്ക് സ്പാർക്ക് വരാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിന്നി കെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരാട്ടോ. സോറിഡോ. ഇതൊക്കെ എന്ത് പറ്റാണ്? അത് ഞാവൽപ്പഴം വീണ എന്റെ പാടാ. ഞാവൽപ്പഴോ? ആ, ഫസ്റ്റ് താനേ ഈ ലോകം മുഴുവൻ ഞാവൽപ്പഴം അന്വേഷിച്ചു കിടന്നപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നൊരു ഞാവൽ മരം. താനത് കണ്ടില്ല. ഇത് കഴുകിയപ്പോക്കോളും. അത് കരയണം, കഴുകിയ പോയില്ല. ഓ, എന്നാ പോട്ടെ സഹോദര. ഇന്നലെ ഒരു ദുസ്വപ്നം കൂടെ ഞെട്ടിപ്പോടാ. എന്താ ദുസ്വപ്നം? നമ്മ രണ്ടുപേരും പണിക്കോണ്. പിന്നെ ഞാനെന്റെ സ്വപ്നത്തിൽ പിന്നെ ഞാനില്ലാട്ടാ. മേലെ ഞങ്ങൾ ഒരു സ്വപ്നത്തിലും ഞാനില്ല. ഞാനുമില്ല. 20 ബോണ്ട, 60 ചായ, 20 പരിപ്പോട, 20 പഴംപൊരി. സാധനം റെഡിയാക്കി വെക്കൂ. കാശ് കണക്കൂട്ടി പറഞ്ഞാൽ ഇപ്പൊ തന്നെ കാം. ഇത്രയും കണക്കൂട്ടിലും ഭേദം കട പൂട്ടുന്നു. കടക്കാര എന്തിനാണ് തീ അടക്കുന്നത്? വീട്ടുള്ള ഒറ്റൊന്നത്തിന് കേരളത്തിൽ അടുപ്പിക്കുക. ചേട്ടാ കണക്ക് തെറ്റിന് കാലിച്ചടം ചേട്ടാ ചേട്ടാ, ഇയാളൊരു നിർഗുണ പരബ്രഹ്മൻ തന്നെ. വീട്ടിൽ കൂഷ്മാണ്ഡങ്ങൾ ബംഗാളികൾക്ക് കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൻ ബംഗാളിയല്ലേ, മലങ്കാളിയാണ്. ഇവിടെ നമ്മള് മലയാളികളായിട്ട് ജനിച്ചത് എന്ത് ഭാഗ്യമുള്ളേ. എന്താണ്? വല്ല ബംഗാളിയായിട്ട് ജനിച്ചെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുത്ത് നമ്മുടെ നടുവൊടിഞ്ഞാല്. അയ്യോ, ശരിക്കുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി റോബോട്ട് ഉണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ല. അത് ശരിയാവൂല. റോബോട്ടിന് സ്വിച്ച് ഉണ്ടാവും, അത് ഓഫ് ഓണും ചെയ്യണ്ടേ. അതാരും ഞാൻ ചെയ്യുന്നില്ല. ഞാനും ചെയ്യൂല. വേറെ എന്ത് ചെയ്യാൻ പറ്റൂടാ നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേലും വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ, ഒരു രക്ഷയില്ലടാ. ആ കൊച്ചിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമുള്ള. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. നമുക്ക് ആ എസ് ഐനൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാനുള്ളതൊക്കെ ഞാൻ വിളിച്ചാണ്. ഒരു വിവരമില്ല.
എന്തേലും വിവരം കിട്ടി അവർ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്നാലും എന്റെ കൊച്ചെ നീ ഇതെവിടെയാണ്? ഞങ്ങൾ ലല്ലുനെ വെറുതെ കഷ്ടപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നൂടെ? മറ്റേ കൊച്ചിലുള്ളത് ഏത് എന്താ ഒളിഞ്ഞോക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഒളിഞ്ഞോക്കരുത് പോത്തെ. ഇയാളെന്തിനാ ചൂടാണത്? ഇതിനെ കാണുമാനില്ലെന്നാ കഴിഞ്ഞ ദിവസം കൂടി അങ്ങ് കണ്ടാണല്ലോ. ഇന്നലെ നിങ്ങൾ എവിടെ കണ്ടു? ഈ കൊച്ചനാണ് എവിടെ? 2.0 പോരട്ടാ. ഇങ്ങനെ പോയ രജനീന്ദ്ര രക്ഷപ്പെടുന്ന എനിക്ക് വന്നല്ല. 500 തോക്കൊക്കെ എടുത്ത ഒരാൾ വെടി വെക്കണേ. മനുഷ്യനോട് ഒരു തോട്ടി വെക്കാൻ പറ്റണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് സിനിമക്കൊന്നും പോകണ്ടെന്ന്. വെറുതെ ഇരിക്കേണ്ട 3 മണിക്കൂർ വേസ്റ്റ് ആയി. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്ന? ഏയ് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ മുട്ടല്ലേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ 3-4 ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ച ആളെ കിട്ടും. ഈ ലോകത്ത് ഒരു കാര്യവും വേസ്റ്റ് അല്ല. നിങ്ങൾ രണ്ടൊരു മുത്താണ്, മുത്ത്. സിസ്റ്റർ, ഈ ദിയ ഫ്രാൻസിസിന്റെ പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ ഇല്ല. ശരി. എന്താടാ? ഇല്ല. വാടാ, എന്തായി? നോക്കേ ഫാത്തിമ നോക്കാം. അതെ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലെന്നേ. ഉണ്ടെങ്കിൽ വീട്ടുകാരിൽ ആദ്യം അറിയാൻ പോണ. പിന്നെ അവർ കാണുമ്പോൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കും. അല്ല, ചിലപ്പോ ഈ കുട്ടിക്ക് ബോധം വന്നിട്ടില്ലെങ്കിലാ. അപ്പൊ വീട്ടുകാരെ അറിയൂല. അത് ശരിയാ. അതെ, ദേ വിളിക്കണം. 20-ാം തീയതി അഡ്മിറ്റ് ചെയ്ത ആ കുട്ടി 3rd ഫ്ലോറിൽ 333-ലുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആവും. അങ്ങനെ അവൻ അവന്റെ പെണ്ണിനെ ആദ്യമായിട്ട് കാണാൻ പോവാ. ആരാ? എന്തേ? ലല്ലു എവിടെ? എന്തു പറ്റി?
ആദ്യമായിട്ട് അവന്റെ പെണ്ണിനെ കാണേടാ. ഇത്രയും നാള് കാത്തിരുന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും താൻ പോയി കളഞ്ഞു. പുതിയ ഷർട്ടാ. അവൾക്ക് ഈ മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടല്ല, ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? വാ, കിടക്കണമെന്നില്ല, വന്ന് കാണും. നീ ഇതെവിടെയായിരുന്നു? സ്വർണ്ണ പാദസര ഇടാൻ കൊതിച്ചു നുള്ളിപ്പറക്കി വാങ്ങിയത്. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയാ മതി, ഇതിട്ടിട്ട് പോയാ മതി എന്റെ കൊച്ചു, ഇതിട്ടിട്ട് പോയാ മതി. അവളോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. ഒരു പാഞ്ചിക്കോട്ടെ എന്ത് ചെയ്യാനാടാ, വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല ഏട്ടാ. ഇടാ, ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടുള്ളൂ, അവളോടുള്ള ഇഷ്ടം പോയിട്ടില്ലല്ലോ. നീ എന്ത് പ്രാന്തായി പറയണത്? ചാൻസ് ചേച്ചി മരിച്ചിട്ട് 10-12 കൊല്ലമായില്ലേ? ഇപ്പോഴും ചേച്ചി വാചിക്കുള്ളിലില്ലേ? ഇല്ലേ? അതുപോലെ അവൾ എൻ്റെ ഉള്ളിലിട്ടു. ആ ഇഷ്ടം അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ലല്ലു, ഏതോ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയതാവും. റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഉരുണ്ടുപോയായിരുന്നു, അതുകൊണ്ടാരും കാണാതിരുന്നത്. മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞത്. ഇടിച്ച വണ്ടിയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ അന്വേഷിച്ച വണ്ടി ഒരിക്കലും കിട്ടാൻ പോല സാർ. എന്ത്? സാറ് ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ? വക്കീലിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല, പൊട്ടത്തരാണെങ്കിൽ നീ വിട്ടേക്ക്. ഈ ആക്സിഡന്റ് കേസ് ഏത് ഹോസ്പിറ്റലിൽ വന്നാലും അവരുടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമല്ലോ. സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിക്കാത്ത സ്ഥിതിക്ക് അവരാ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല, അതുറപ്പാ. പിന്നെ ചിലപ്പോ ആക്സിഡന്റ് ആയ ഷോക്കിലോ ആള് കൂടുന്നുള്ള പേടിയിലോ അവരാ കുട്ടിയെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാവുന്ന നൂലാമാലകൾ ആലോചിച്ചപ്പോ അവര് ചിലപ്പോ ആ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. നീ ടെൻഷൻ അടിക്കണ്ട. അവന്മാരോട് ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോന്ന് ചോദിക്ക്. ആ വണ്ടി കിട്ടിയാ നമ്മുടെ കൊച്ചിനെയും കിട്ടും. നമ്പറൊന്നും നോട്ട് ചെയ്തില്ല. ഏത് കാറാന്ന് ഓർമ്മയുണ്ട? തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് വണ്ടിയിൽ ഉണ്ടായിരുന്ന അമ്മമാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു അടയാളം ഓർമ്മയുണ്ട? എന്തെങ്കിലും അടയാളം എന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ഒരു സാധനം കിട്ടിയില്ല. ആശുപത്രിയിൽ കൊണ്ടോ? എന്താ നിന്റെ ആ സാധനം ലല്ലുനൊന്ന് കാണിച്ചു കൊടുത്തു നോക്കി. അതൊന്നും കണ്ടറിയാൻ പറ്റില്ല ഏത് കാറാണെന്നൊന്നും. പിന്നെ എന്താ എന്ത് സാധനം? അതെന്നാ കാറിന്ന് തെറിച്ച ഒരു സാധനമാണ്. അത് ഞാൻ തരില്ല, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നീ കൂടെ വന്നേ. കാണിച്ചാലും പക്ഷെ സ്വന്തമായിട്ട് തരില്ല. അമ്മ എന്താടാ ഞാൻ എവിടെ ഇരിപ്പുണ്ട്? ഏതാണ് സാധനം? അയ്യോ, ഞാനത് വെച്ച് കഞ്ഞിറക്കണേന് ഇപ്പൊ തരാച്ചി. ഇത് അംബാസിഡർക്കാരനുള്ള ലൈറ്റ് റിംഗ് അല്ലേ? ആണോ? അംബാസിഡർ ഒരു പഴയ കാർ. അതൊരു പഴയ പന്നാക്കുകാരായിരുന്നു. അതിന്റെ പുറമൊക്കെ തുരുമ്പിച്ചിരിക്കണ്ടായിരുന്നു. അത് തുരുമ്പിച്ചിരിക്കണായിരുന്നില്ല, അതിന്റെ പുറത്തൊക്കെ അറിയായിരുന്നു. എന്റെ കയ്യിലായിട്ട് എന്തോരം കഴിയട്ടെ പോയതാ. എടാ, കാറിന്റെ പുറത്ത് എന്ത് വീണ് കയറാനാണ്? അത് തുരുമ്പിച്ചാണത്. അതൊക്കെ അറിയായിരുന്നടാ. കാറേ അതിപ്പോ കശുമാങ്ങ, വാഗ, ഞാവൽ ഇതിന്റെയൊക്കെ ചോട്ടി കിടക്കുന്ന വണ്ടികൾക്കൊക്കെ കറയുണ്ടാവും. ഒരുപാട് നാള് എടുക്കാതെ അവിടെ തന്നെ ഇട്ടിരുന്ന ശരിക്ക് കറ പറ്റും. അപ്പൊ പിന്നെ റീപെയിന്റ് ചെയ്യേണ്ടി വരും.
വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നേച്ച് ഇല്ലടാ. ആ എവിടെയായിരുന്നു? എന്ത് പോണ തുരുമ്പായിരുന്നത്? എടാ അത് കറയുന്നതാ. എടാ ഞാൻ കണ്ടല്ലേ തുരുമ്പായിരുന്നത്. എടാ പോഴ അത് കറയുന്ന അത് ഞാവൽപ്പഴം വീണേന്റെ പാടം. കാറിനോടത്ത് കുറച്ച് വീടപ്പുണ്ട്, അതും കൂടി എടുക്കട്ടെ. ആരാ? ഞാൻ ഈ കാറ് താൻ ഇന്നലെ വരുമെന്നാണല്ലോ ക്ലീറ്റസ് പറഞ്ഞത്. വണ്ടി നല്ല കണ്ടീഷനാ, സിംഗിൾ ഓണറാ. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വണ്ടി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ കിടപ്പ് കിടന്ന ഈ കോലത്തിലായത്. ഈ ലൈറ്റിന്റെ റിങ്ങോട് അത് പോയോ? അതെ, ആ ഡേവീസ് എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. എന്റെ കൊച്ചുമോനാ, അവനാ വല്ലപ്പോഴും ഇതൊന്നും അനക്കണത്. ഈ ഡേവിസ് പോടുണ്ട്. ദേ ആ ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ സാർ? നിനക്കിതെന്തിന്റെ കുഴപ്പടാ? ഇതിന് മാത്രം പൊള്ളാൻ ആ പെണ്ണ് നിന്റെ ആരടാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോ? ഇപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന ഊള സെറ്റപ്പാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞപ്പം നീ അങ്ങോട്ട് കയറി കൊത്തി. അതേടാ, ഡേവിസിന്റെ വണ്ടി തന്നെയാ തട്ടിയത്. ഇനി അവളെങ്ങനെ ചത്തേന്ന് നിനക്കറിയണം. അത് ഞാൻ പറഞ്ഞുതരോടാ. മരുന്ന് ഇല്ല മോനെ, എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. ഞാൻ തരൂല, അത് ശരിയാവൂല. ഈ കഞ്ചാവടിച്ച് കണ്ണ് ചുവന്നിരിക്കുന്നവന്മാരൊക്കെ ഈ മരുന്ന് മേടിച്ച് കണ്ണിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കണ്ടെന്നാ പോലീസ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് താ ചേച്ചി. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരില്ല. പോയേ പോയേ. ദേ ചേച്ചി, ഈ മരുന്നൊന്നും തന്നെ. തരാം. അതെ ചേട്ടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റല്. ടോക്കൺ എടുക്കുക, ഡോക്ടറെ കാണാം. പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവിടെ വന്നാൽ ചേച്ചി മരുന്ന് തരും. ആ പിന്നെ ഈ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ റെഡി ബോഡിന്നൊന്നും വിളിക്കാൻ പാടില്ല. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ശരിയാ. നീ ഇന്നാണോ നാട്ടിൽ പോണേ? ഇല്ല ചേച്ചി, നാളെ പോവും. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. എടാ, നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ ഇല്ലല്ലോടാ.
എടാ നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ ഇല്ലടാ. കണ്ടാൽ അറിഞ്ഞൂടെ ഇതാ രാജന്റെ വണ്ടി എടുത്തടാ. എന്തിനാടാ വണ്ടി ഇനി നിനക്ക് എന്തേലും അറിയണോ? എടാ അവന്മാര് തന്നെയാണത് ചെയ്തത്. നിന്നെ കൊണ്ടൊരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതല്ലേ, അവന്മാരെ പിടിച്ചോണ്ട് വാ, അപ്പം ഞാൻ കേസെടുക്കാം. അവന്മാർ ആ പാറമട കോളനിയിലുണ്ട്. നീ പോയി ഉണ്ടാക്കടാ. പോടോ ഉണ്ടാക്കടോ. മോനെ, നീ പാറമട കോളനിയിലേക്കാണോ? അത് കോളനിയല്ല, കോട്ടയാണ്. പാറമട അബ്ബയുടെ കോട്ട. കേറിയ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ഞാനവിടെ പോവും, അവന്മാരെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. കേരളം നീയാണല്ലേ സാറ് പറഞ്ഞ കുരുപ്പ്. എടാ, പണ്ട് തലവെട്ടിയൊരു കേസില് ഈ കരിക്കൻ സാറാ ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി തന്നു. അപ്പൊ സാറൊരാവശ്യമായിട്ട് വരുമ്പോ നുമ്മ സാറിന്റെ കൂടെ കണ്ടേ. നീ ചെല്ല്, വിട്ടോ, പട്ടിയേക്കോ. എടാ, ഈ പാറമ്പട കോളനി കയറി വന്ന് ഹറാം പറപ്പ് കാണിച്ചിട്ട് ഇന്നേ അവരോരുത്തരും പുറത്തോട്ട് പോയിട്ടില്ല. ഇവിടെ എത്രയും പട്ടിയും പൂച്ചയും റോട്ടിൽ വണ്ടി ഇടിച്ചാണ്. ഇതിന്റെയൊക്കെ പുറകെ
അപ്പൊ സാറെ പ്രതികളുമായി സാക്ഷികളുമായി ഇനി സാറെ കേസെടുക്കില്ല? പ്രതികളെ സംരക്ഷിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും സാറിനുള്ള എവർ റോളിംഗ് ട്രോഫി മോളിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരും. എടാ സെക്ഷൻ 353 യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലിയെന്ന്. അത്രേ ഉള്ളൂ. പിന്നല്ലാതെ. ആ അതെ, ചോര വരാൻ പാടില്ല, വകുപ്പ് വേറെ. അതൊന്നും പറയാൻ പറ്റൂല. വേണ്ട. മോൻ ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് കൂടി ഞാൻ അറിയില്ലായിരുന്നു. എന്താ പറയാ, അവള് പോയ പിന്നെ അകത്ത് തളർന്നു കിടക്കുന്ന ഒരാളുണ്ട്, അവളുടെ അമ്മ. മോൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അന്നമ്മോ, അമ്മ വിഷമിക്കണ്ട, ഞാനുണ്ടാവും എന്നും സ്വന്തം മോനായിട്ട്. ലല്ലോ, വാ പോവാ. നിങ്ങൾ പോക്കോ. എന്ത് കഷ്ടമാണല്ലേ, ആ കൊച്ചിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് ഭൂമിയിലുണ്ടെന്ന് അതിനറിയാൻ പറ്റിയ. അതിനെ ജീവനോടെ കാണാനുള്ള ഭാഗ്യം ഇവനുണ്ടായില്ല. ഇവരെപ്പോഴെങ്കിലും പരസ്പരം കണ്ടിട്ടുണ്ടാവോ? മുടി വെട്ടിക്കളയല്ലേട്ടാ.
എന്താ മോളുടെ പേര്? കുഞ്ഞുമണി. ശരിക്കും പേര് സാൻഡ്ര. അങ്കിളുടെ പേരെന്താ? എന്റെ പേര് ലല്ലു. ശരിക്കും പേര്? ശരിക്കും പേര് മോഹൻലാൽ ജോൺ കൊമ്പനെ. പക്ഷെ കണ്ടിട്ട് മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ. ആ താങ്ക്സ്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.